ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബോൺസായി ഡ്രീംസ്. ഞാൻ നവീൻ. നമുക്കിന്ന് ഒരു ടാമറിൻ ബോൺസായിയാണ് നോക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഈ പ്ലാന്റിൽ ശരിക്കും ചെയ്യാൻ പോകുന്നത് ഒരു പ്രൂണിംഗ് ആണ്. വയറിംഗ് ആവശ്യമുണ്ട്. അത് നമ്മൾ പ്രൂണിംഗ് മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് റാമിഫിക്കേഷൻ വരാനും സബ് ബ്രാഞ്ചസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ചെയ്യുക. അവിടെ ടാമറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടാമറിൻ്റെ, അതായത് പുളി, നാടൻ പുളി എങ്ങനെ കുരു ഇട്ട് നമുക്ക് മുളപ്പിച്ച് വളർത്തി ഒരു ബോൺസായി രൂപത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് പ്രതിപാദിക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതെൻ്റെ കയ്യിൽ ഏകദേശം 1.5 വർഷം ആയിട്ടുള്ള ഒരു ടാമറിൻ്റെ ആണ്. ഞാനിത് അരിയിട്ട് കിളിപ്പിച്ചതാണ്. ഇതൊരൊറ്റ പ്ലാന്റ് ഒരു ചടിച്ചട്ടിയിൽ വെച്ചിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. നമ്മൾ ഒന്നിലധികം തൈ ഒരേ ചട്ടിയിൽ വെച്ച് വളർത്താൻ ശ്രമിച്ചാൽ അത് പെട്ടെന്ന് വളർന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ബെറ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുരു തന്നെ ഇട്ട് വളർത്തിയെടുക്കുന്നതാണ്. നിങ്ങൾക്ക് തൈയായിട്ട് കിട്ടുന്നെങ്കിൽ അതും നല്ലതാണ്. ഇത് നാടൻ പുളി തന്നെയാണ്. നമ്മളുടെ ചെടിയുടെ വളർച്ചയിലൊരു മേജർ ഫാക്ടർ തന്നെയാണ് ഈ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രം ഒരു ചട്ടിയിൽ വളർത്തുക എന്നുള്ളത്. നമ്മൾ അത് എപ്പോഴും ബോൺസായി ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് പ്ലാന്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു ഫോറസ്റ്റ് സ്റ്റൈലോ അങ്ങനെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും സെപ്പറേറ്റായിട്ട് വെച്ച് വളർത്തിയ പ്ലാന്റ് ഒന്ന് 2-3 കൊല്ലത്തേക്ക് അത് വളർന്ന് കിട്ടിയതിന് ശേഷം അവരെ ഒരുമിച്ചാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നാലേ പ്ലാന്റിന് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അത്രയും കൂടെ താമസം വരും ആ പ്ലാന്റ് ഒരു ബോൺസായി രൂപത്തിലേക്ക് വളർന്നെത്താൻ വേണ്ടി. ബെറ്റർ എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ്സ് വെച്ച് നല്ല മണ്ണും വളവും കൊടുത്ത് വളർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് പ്ലാന്റിംഗ് ആണെങ്കിൽ അങ്ങനെ ആക്കുന്നതായിരിക്കും. അതല്ല നമ്മളൊരു സിംഗിൾ പ്ലാന്റായിട്ട് നമ്മൾ ബോൺസായി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ല വലിപ്പമുള്ള ചട്ടിയിൽ മണ്ണ്, അത്യാവശ്യം ഫെർട്ടിലൈസറൊക്കെ അടിസ്ഥാന വളങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് നിറച്ച് അതിൽ നമ്മുടെ സീഡെങ്കിൽ സീഡ്, അതല്ല പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റ് നട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ പ്രൂണിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പ്രൂണിങ് ശരിക്കും നമ്മളൊരു വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് വരും, കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ആവും. പക്ഷേ അത് നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാനൊരു വി മോഡൽ പോലെയാണ് മേളിൽ നിന്നൊരു വി പോലെ ആക്കിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നോർമലി ഒരു ഡോം ഷേപ്പോ അല്ലെ ഒരു വി ഷേപ്പ് പോലെ 2 സൈഡിലേക്കും ചരിഞ്ഞു വരുന്ന പോലെ നേച്ചറിൽ എങ്ങനെയാണ് ഒരു പ്ലാന്റ് വരുന്നത് അത് തന്നെയാണ് നമ്മളൊരു ചട്ടിയിൽ നിൽക്കുന്ന ഒരു വൻമരത്തെ ചട്ടിയിൽ ഒതുക്കുന്നതാണല്ലോ നമ്മൾ ബോൺസായി എന്ന് വിളിക്കുക. അപ്പം അതേപോലെ തന്നെ ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. നേച്ചറിൽ നോക്കുമ്പോൾ നോർമലി നമ്മൾ കാണുന്ന ഒരു ഷേപ്പാണിത്. ഏത് പ്ലാന്റിലെ നോക്കിയാലും, ഏത് ട്രീയെ നോക്കിയാലും അപ്പം അതേ ഷേപ്പിലേക്ക് നമ്മളും കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യം. ഇവിടെ നമുക്ക് ചില ബ്രാഞ്ചസ് കുറച്ചുകൂടെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതേപോലെ ബ്രാഞ്ചസ് ഒന്ന് ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വയറിങ്ങും ചെയ്യേണ്ടി വരും. ഈ ടാമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയർ ചെയ്താലും കുറച്ച് നാൾ അങ്ങനെ നമ്മൾ എവിടേക്കാണോ നമ്മൾ വയർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഷേപ്പിൽ നമ്മൾ വെച്ച് കുറച്ച് സമയം കൊടുത്താൽ മാത്രമേ അതങ്ങനെ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയറിങ്ങൊക്കെ മാറ്റുവാണെങ്കിൽ അത് പിന്നെയും പഴയ സ്ഥലത്തേക്ക് തിരിച്ച് മാറി നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെക്കുന്നതെല്ലാം കുറച്ച് നാൾ അങ്ങനെ തന്നെ വയർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഈ മേളിൽ കാണുന്ന ഗ്രോത്തുകളുണ്ടല്ലോ, അത് ശരിക്കും ഞാനത് കുറച്ചുകൂടെ മേളിലേക്ക് ഇതിന് ലെങ്ത് ഉണ്ടായിരുന്നു ഈ പ്ലാന്റിന്. അപ്പം അവിടെ ഇപ്പം ഞാൻ പിടിച്ചേക്കുന്ന സ്ഥലത്ത് ഒരു കട്ടിങ് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം വന്നിരിക്കുന്ന ബ്രാഞ്ചസാണിത്. ഇത് നമുക്ക് കുറച്ചുകൂടെ സ്ലാൻഡിങ് ആക്കണം. എന്നിട്ട് ഒരു പുതിയൊരു ലീഡറിനെ മേളിലോട്ട് കൊണ്ടു ചെല്ലണം. അതായത് എപ്പോഴും നമ്മൾ പ്ലാന്റിനെ നമ്മൾ നോർമലി ഒരു പ്ലാന്റ് അപ്രൈറ്റായിട്ട് കിളിച്ച് വരുമ്പം ഒരു മെയിൻ ട്രങ്ക് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു ബോൺസായിൽ എപ്പോഴും സാധിക്കില്ല. കാരണം
നമ്മൾ പ്ലാനിനെ കട്ട് ചെയ്ത് ചെറുതാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് കുറച്ച് വയറിങ് കൂടെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു വയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അലുമിനിയം വയേഴ്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അത് 45 ഡിഗ്രി ആംഗിളിൽ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ വയർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു 2 സൈഡിലേക്കുള്ള ട്രങ്കിനെ ഒരേ വയർ യൂസ് ചെയ്തുള്ള വയറിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ട്രങ്ക് കിട്ടും. അപ്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടത്തേക്ക് വെച്ച് നമുക്ക് 2 ബ്രാഞ്ചും ഒരേ വയർ യൂസ് ചെയ്ത് വയർ ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് ബ്രാഞ്ചസ് വന്നേക്കുന്നത് അത്ര യൂണിഫോമായിട്ടല്ല, അതായത് അടുപ്പിച്ച് കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനതിപ്പം നിലനിർത്തുവാണ്. കാരണം എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ഞാൻ പിടിച്ചേക്കുന്നതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബ്രാഞ്ചസ് പൊസിഷനിൽ കറക്റ്റായിട്ടുള്ള ബ്രാഞ്ചസ് വന്നിട്ടില്ല. അതെനിക്ക് കിളിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. നമ്മൾ നന്നായി വളം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും പുതിയ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അത് വന്നതിന് ശേഷം അതൊന്ന് വളർത്തിയെടുത്തിട്ട് വേണം ഇപ്പം നമ്മൾ കൂടി നിൽക്കുന്ന 1-2 ബ്രാഞ്ചസ് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കുക. അതുവരെ ഞാനിത് ഇതെല്ലാം പ്രൂൺ ചെയ്ത് കൂടുതൽ സബ് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുക തന്നെ ചെയ്യുക. ഒരു പക്ഷേ നമുക്ക് വേറെ ബ്രാഞ്ചസ് വന്നിട്ടില്ലെങ്കിൽ നമുക്കുള്ള ബ്രാഞ്ചസ് വെച്ചിട്ട് തന്നെ ഒരു ബോൺസായി നന്നാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നടത്തുന്നത്. പ്ലാന്റിൻ്റെ ഗ്രോത്തിൽ എപ്പോഴും നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ബ്രാഞ്ചസിലേക്ക് ഗ്രോത്ത് വരുമ്പം ഒബ്വിയസ്ലി നമ്മുടെ മെയിൻ ട്രങ്ക് വണ്ണം വെച്ച് വരും. ഓക്കെ, അപ്പോൾ ഞാൻ വയറിങ് 2 സൈഡും ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആ വയറിങ് 2 ബ്രാഞ്ചസ് ഒന്ന് വയർ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്ന് പ്ലേസ് ചെയ്ത് വെക്കണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ടാമറിൻഡ് ആയതുകൊണ്ട് എത്ര ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ചെറിയ ബ്രാഞ്ച് തന്നെ അത്യാവശ്യം, അതായത് ആദ്യം ഒരു പച്ച കളറിലായിരിക്കും ബ്രാഞ്ച് വരിക. പക്ഷേ അതൊന്ന് ബ്ലാക്കിഷ് ആകുമ്പോഴത്തേക്ക് അത് ഒന്ന് ബലമൊക്കെ ഉണ്ടാവും. സോ അപ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വയറിങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കുറച്ചുകൂടെ ഈ ടാമറിനെ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് കുറേ കൂടെ അങ്ങ് കട്ടിയായി പോവും. അതായത് വണ്ണം വെച്ചില്ലെങ്കിൽ പോലും കുറച്ച് കനം, ഒരു എന്താ അതിന് പറയുക, അങ്ങനെ ഒന്നും വളയാത്തതെന്നല്ല, ഒരു പൊസിഷനിൽ നമ്മൾ വെച്ചാൽ അങ്ങനെ ഇരിക്കാനുള്ള ഒരു അനുസരണക്കേട് പുള്ളിക്കാരനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും എളുപ്പം നമ്മൾ വയർ ചെയ്ത് നമുക്ക് പറ്റുന്ന നമുക്ക് ഇഷ്ടമുള്ള ആവശ്യമുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവെക്കുന്നതാണ് നല്ലത്. അപ്പം ആ രീതിക്ക് ഇരുന്ന് തന്നെ അയാൾ വളർന്നോളും. പിന്നെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ മൾട്ടിപ്പിൾ സബ് ബ്രാഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. സോ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതും അതിനു വേണ്ടിയുള്ളൊരു തത്രപ്പാടാണ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മളിപ്പോഴേ ആവശ്യമുള്ള പൊസിഷനിലേക്ക് ഇയാളെ വളച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം താമസമില്ലാതെ ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ ഇയാൾ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്ന് അയാളുടെ സ്വന്തം പൊസിഷൻ ഇതാണ് എന്നുള്ള രീതിയിൽ തന്നെ വളർന്നു തുടങ്ങും. സോ പിന്നീട് നമുക്ക് പ്രയാസമില്ല, നമുക്ക് വയറിങ് എടുത്ത് മാറ്റാം. പ്ലാന്റ് തന്നെ ബാക്കിയുള്ള സബ് ബ്രാഞ്ചസ് പ്രൂൺ ചെയ്യുമ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് നല്ലൊരു റാമ്പിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. സോ അതാണ് ലക്ഷ്യം. ടാമറിനെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ള അതാണ്. പിന്നെ ഇത് നമുക്ക് ടാമറിനിൽ ഉള്ള ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഈ ബ്രാഞ്ചസ് ഒടിയില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വയർ ചെയ്തിട്ട് നീക്കി വെച്ചാലും അങ്ങനെ ഒടിഞ്ഞൊന്നും പോവില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും മുകളിൽ പുതിയതായിട്ട് വന്ന 2 ബ്രാഞ്ചസ് വയർ ചെയ്ത് സൈഡിലേക്ക് വെക്കുന്നതാണ്. അതിന് കമ്പാരിറ്റീവ്ലി ഏറ്റവും തിന്നറായിട്ടുള്ള അലുമിനിയം വയറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് ഞാൻ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഞാൻ ചെയ്തത്. മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്ലാക്കിഷ് ആകുമ്പോൾ ബ്രാഞ്ചസാണ് നമ്മൾ സൈഡിലേക്കാക്കി വെക്കുക നോർമലി. പക്ഷേ ഇത് ഒരു ഗ്രീനിഷ് കളറിലുള്ള ബ്രാഞ്ചസാണ് ഞാനിപ്പോൾ അങ്ങനെ മാറ്റി സൈഡിലേക്ക് ആക്കിയത്. അതേപോലെ നമ്മളൊരു ലീഡറിനെ പുതിയതായിട്ട് മേളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ. ഓൾറെഡി ഞാനത് വയർ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. മേളിലേക്ക് ഇപ്പോൾ ഒരു പുതിയ ബ്രാഞ്ച് ഞാനതിൻ്റെ ഒരു ലീഡറാക്കി മാറ്റിയിട്ടുണ്ട്.
അതേപോലെ സൈഡിലേക്ക് വെച്ചിരിക്കുന്ന ബ്രാഞ്ചസിനെയും കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് പെർഫെക്റ്റ് പൊസിഷനിലൊന്നും അല്ല നമ്മുടെ ബ്രാഞ്ചസ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉള്ള ബ്രാഞ്ചസ് നമ്മൾ ഒരു ആംഗിളിലേക്കെല്ലാം കൊണ്ടുവന്നേക്കുവാണ്. ബട്ട് ഇതിൻ്റെ താഴത്തെ 2 ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ തിക്നെസ് ഭയങ്കര കുറവാണ്. പക്ഷേ നമ്മുടെ മെയിൻ ട്രങ്കിന് ഇപ്പോൾ എൻ്റെ തള്ളവിരലിൻ്റെ വണ്ണം വെച്ചിട്ടുണ്ട്. അത് 1.5 വർഷത്തിൽ ഇത്രയാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. താഴത്തെ ബ്രാഞ്ചസ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആകുമ്പോൾ നമുക്കതൊരു ആ വി മോഡലിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. അതിൻ്റെ റാമ്പിഫിക്കേഷന് മാത്രം ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടേക്കുന്നത്. ഓവറോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ മുന്നേ ചെയ്തൊരു കട്ടിങ് ഇത് ഇവിടെ തിക്കായിട്ട് കാണാൻ പറ്റും നമുക്ക്. അവിടെ നിന്നാണ് ഒരുപാട് ബ്രാഞ്ചസ് വന്നേക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ ബ്രാഞ്ചസ് കിട്ടേണ്ടത്, കുറച്ച് മേളിലായിട്ട്. അതുകൂടെ വന്ന ശേഷം ഒന്നുകൂടെ നമുക്ക് പ്ലാന്റ് കുറച്ചുകൂടെ ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വളം കൊടുക്കുമ്പോൾ അത് തന്നെ അവിടെ ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ റെയിനി സീസണിൽ ഞാനത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഇനി നമ്മൾ മൺസൂൺ സീസണിൽ മാത്രം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ്, കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി പ്ലാന്റ്. അതായത് കുറച്ച് മൂസ്, പായൽ നമ്മൾ പറയില്ലേ, അത് വെച്ചിട്ട് കുറച്ച് ഗ്രീനറി ആഡ് ചെയ്യുകയാണ് ഈ താഴെ. അത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. സോ തൽക്കാലം നമുക്ക് കാണുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഫുള്ളായിട്ട് ഞാൻ ഇപ്പം മൂസ് ഒന്ന് ആഡ് ചെയ്തേക്കാണ്. ഇപ്പോൾ കണ്ടില്ലേ, ചട്ടിയിൽ അതിരിക്കുന്നത് കാണാനൊരു ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഗ്രോയിങ് പോട്ടിലാണ് വെച്ചേക്കുന്നത്. ഈ പോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്നൊരു ബക്കറ്റിൽ അത്രയും അതിൽ മുകളിലും മണ്ണ് ഉണ്ട് ശരിക്കും ഈ പോട്ടിൽ. അപ്പോൾ ഈ പുളിക്ക് ഒരു 1-2 വർഷത്തേക്ക് വളരാനുള്ള എല്ലാ നാച്ചുറലായിട്ടുള്ള ചാണകമാണെങ്കിലും എല്ലുപൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേശ്ശെ മിക്സ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ മിക്സ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ പൊടി സ്ട്രെങ്ത് ആയിട്ടിരിക്കും. നമ്മൾ പിന്നെ ഓരോ 15 ദിവസവും കുറേശ്ശെ വളവും കൂടെ കൊടുക്കുമ്പം ഇയാൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും, നല്ല ഗ്രോത്തും കിട്ടും. സോ ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഇയാൾ നല്ലൊരു ബോൺസായി മാറും. നമുക്കപ്പോൾ പിന്നീട് ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ സെയിം ബോൺസായി ഈ പുളിയെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ടിൽ ദെൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.